ശ്രീലു 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 ഫിനിക്സിലേക്ക് എൻ്റെ എല്ലാ ചങ്കിനും വെൽക്കം. ഭയങ്കര മഴ, സഹിക്കാൻ പറ്റാത്ത മഴ. വതച്ച് മൂടി ഉറങ്ങണം. ഞാൻ ഒരു കാര്യം പറയാം. എന്നെ ക്രൂരയായിട്ടോ അല്ലെങ്കിൽ എന്നെ മനുഷ്യത്വമുള്ള ഇല്ലാത്ത ഒരാളായിട്ടോ എന്നെ ഒരു തരത്തിലും ചിത്രീകരിക്കരുത്. ഒരു കാര്യം പറയാം. വളരെ ചെറുതാകുമ്പോൾ ഫീൽ ചെയ്ത് വല്ലാതെ ഉപദ്രവിച്ച് അടുത്ത 2-3 ബന്ധുക്കളും 1-2-3 പുറത്തുള്ളവരും. ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ ചെയ്തവരെല്ലാം എന്തിനാ ഇങ്ങനെ ഉപദ്രവിച്ചത്, എന്തിനാ പരിഹസിച്ചത്, എന്തിനാ വൃത്തികേട് പറഞ്ഞത്, ഒരു ഇല്ലാത്ത സംഭവം കൂട്ടിച്ചേർത്തിട്ട് എന്തിനാ പറഞ്ഞത്, ഞാൻ അങ്ങനെ എന്തിനിങ്ങനെ കേൾക്കുന്ന, അങ്ങനെ ഒറ്റപാട് ആലോചിച്ച് പുകഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ പറയാനുള്ളത് 100% സത്യസന്ധമായ കാര്യങ്ങളാണ്. അതിൽ എന്നെ ഏറ്റവും ഹെർട്ട് ചെയ്ത 6 പേര്, ബാക്കിയുണ്ട് 6 ആൾക്കാർക്കും ക്യാൻസറാണ്. 4 ആള് മരിച്ചു എന്ന് പറഞ്ഞാൽ നന്നായി നല്ല രീതിയിൽ നരകിച്ചിട്ട് മരിച്ചു. മറ്റൊരാളെ ദുഃഖത്തിലോ മറ്റൊരാളെ വിഷമത്തിലോ ഒരാളും സന്തോഷം കാണരുത്. 1. രണ്ടാമത്, നമ്മൾ പറയും, ദൈവേ ലോകത്ത് സമാധാനം ഉണ്ടാക്കണേ, ആർക്കും ഒരു പ്രയാസവും വരല്ലേ, മാറാരോഗങ്ങളൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. എൻ്റെ പോളിസി ചെയ്തവരനുഭവിക്കണം തന്നെയാണ് എൻ്റെ പോളിസി. അതിലെനിക്ക് യാതൊരു മാറ്റവും ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, മറ്റൊരാൾക്ക് ക്യാൻസർ വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമാണെന്ന്. ചെയ്തവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ സന്തോഷം തന്നെ. ഞാൻ ചെയ്ത എനിക്ക്, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക്. അപ്പോൾ അത്രമാത്രം മുറിവായതുകൊണ്ടായിരിക്കും നമുക്കങ്ങനെ തോന്നല്ലേ. അപ്പം ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും വിഷമിക്കുന്നുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട്. അതെൻ്റെ ഹൃദയത്തിലുണ്ട്. കുറച്ചാളും കൂടി ലിസ്റ്റിലുണ്ട്. അപ്പം ക്യാൻസർ എന്ന് കേൾക്കുമ്പം സന്തോഷിക്കുന്ന ആദ്യത്തെ വ്യക്തി ഞാനാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കും. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ 10 മടങ്ങാണ് അനുഭവിച്ചത്. ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളും. കുറച്ച് അറിയാനാകുമ്പോൾ സ്റ്റെപ്പ് വളരുന്നതിനനുസരിച്ച് സ്വന്തം അമ്മേനെ വൃത്തികേട് പറയുന്നതും വീട് വളയുന്നതും ആട്ടുന്നതും തുപ്പുന്നതും കേട്ടിട്ട് എൻ്റെ മക്കൾ വളർന്നത്. അപ്പം അതിൽ കൂടിയ കുറച്ച് ആൾക്കാർ പുഴുത്ത് ചത്തു. ഇനിയും കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പം എന്നെ ദ്രോഹിച്ചവർക്ക് കിട്ടുന്നത് കാണണം. അതന്നെ ദൈവം, അതന്നെ സത്യം. ഒരു കാരണവശാലും നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. എന്താവശ്യത്തിന്, ബന്ധുക്കളായാലും കൂടപ്പുറപ്പായാലും അയൽവാസികളായാലും നാട്ടുകാരായാലും, ഒരാളെ അധപ്പതനത്തിൽ ഒരാളെ വീഴ്ചയിൽ ആനന്ദം കണ്ടെത്തിയിട്ട്, കൂട്ടായ ആനന്ദം കണ്ടെത്തി
ചില സോഴ്സിൽ പിടിച്ച് ചില സ്വാധീനങ്ങളിൽ പിടിച്ച് ആ ആളെടുത്ത് പോയി ആട്ടിത്തുപ്പുമ്പം അവരെ മക്കളെ മുന്നിൽ വെച്ച് വൃത്തികേട് പറയുമ്പോൾ ഇതിലൂടെ പറയാൻ പറ്റാത്ത സെൻസർ ബോർഡിൽ വെക്കാൻ പറ്റാത്ത സംസ്കൃതങ്ങൾ നമ്മളെ വിളിച്ചു പറയുമ്പോൾ അവരതിൽ ആനന്ദം കണ്ടെത്തി. ഈ 2-3 ആളെ കണ്ണിന്ന് ഒഴുകുന്ന ആ ചൂടുവെള്ളത്തിൻ്റെ വില അവർ ഒട്ടും മനസ്സിലാക്കിയില്ല. പക്ഷെ വർഷങ്ങളോളം കടന്ന് കണ്ണിന്ന് അങ്ങനെ ചൂടുവെള്ളം വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ എന്ത് തന്നെ ആയാലും എന്ത് സംഭവിച്ചാലും, ഞാനിപ്പോൾ എൻ്റെ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല, അത് ഞാൻ അനുഭവിക്കണം. എന്നെ ചെയ്തവർ അനുഭവിക്കുന്നത് അത് എസ്പെഷ്യലി ക്യാൻസറായിട്ട് തന്നെ ഞാൻ കണ്ടു. 3-4 ആൾ കണ്ടു, അത് മരിച്ചു. എന്നും അങ്ങനെയുള്ളത് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാനപ്പം വിചാരിച്ചൊരു പ്രത്യേകത ഞാനത് വീഡിയോയിൽ ഇടാൻ കാരണം, ഞാൻ നോട്ട് ചെയ്ത് വെച്ചാക്കെല്ലാം ഈ അസുഖം തന്നെ, അത് ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എൻ്റെ ഹൃദയത്തിൽ. ഇപ്പം ഞാൻ പറയുന്നത് ഒരു സിനിമയിൽ പിന്നെ എഴുതി കാണിക്കുന്നുണ്ട്, ഇതൊരു പിന്നെ അചഞ്ചലമായ അല്ലെങ്കിൽ ചാഞ്ചല്യമില്ലാത്തൊരു മനസ്സിൻ്റെ പിന്നെ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ അവരെ സങ്കല്പങ്ങളായിരിക്കാം, അവരെ വിശ്വാസങ്ങളായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളതിലെങ്കിൽ എഴുതി കാണിക്കും ഇങ്ങനെ, ഞാൻ പറയുന്ന സംസാരം ആരുമായിട്ടും ബന്ധമുള്ളതല്ല, ഇതിൽ ജീവിച്ചിരിക്കുന്നതോ മരിച്ചു പോയതോ ആയ ഒരു കഥാപാത്രങ്ങളായിട്ടും ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇന്നത്തെ സംസാരത്തിൽ ജീവിച്ചിരിക്കുന്നതും മരിച്ചു പോയതുമായ എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. ഞാൻ ഇന്നിപ്പോൾ സംസാരിച്ചത് എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റത് സ്വബോധമുള്ളൊരു മനുഷ്യ സ്ത്രീ എന്നുള്ള നിലയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സെക്ഷുവലിയും അല്ലാതെയും വൃത്തികേട് പറഞ്ഞിട്ട് ശല്യം ചെയ്തിട്ട് എൻ്റെ മക്കളെ മുന്നിന്ന് അറിയാനായ കുഞ്ഞുങ്ങളെ മുന്നിന്ന് വൃത്തികേട് പറഞ്ഞേനി. ജീവിച്ചിരിക്കുന്നവരായിട്ടും മരിച്ചവരായിട്ടും ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റിന് ബന്ധമുണ്ട്. അപ്പം ഇത്രയെങ്കിലും ഇങ്ങനെയെല്ലാം വന്ന് പറഞ്ഞില്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. മനസ്സമാധാനത്തിന് പറയുന്നത് തന്നെയാണ്. എനിക്കെന്തെങ്കിലും വന്നാൽ ഞാൻ അനുഭവിക്കണം, അത് എനിക്കില്ല പോലെ ആവട്ടെ. പക്ഷേ ഇനി എനിക്ക് മരിച്ചാലും അസുഖം വന്നാലും പ്രശ്നമില്ല, കാരണം ഞാനിത് കണ്ടതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്രയും ലോകം കണ്ടുപിടിച്ചൊരു മാരക രോഗത്തിൽ സന്തോഷിക്കുന്ന ഏക വ്യക്തി ഞാനായിരിക്കും. ദയവ് ചെയ്ത് ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടായാലും ഇൻബോക്സിൽ വന്നിട്ടായാലും നേരിട്ടായാലും ഫോണിലെ ആയാലും അയൽവാസീനെ ആയാലും അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരെ ആയാലും ഒരു തരത്തിലും അവരവരെ ബാധിക്കാത്തൊരു പ്രശ്നമാണെങ്കിൽ ദയവ് ചെയ്ത് ആരും ശല്യം ചെയ്യരുത്. പൈസയും സ്വാധീനമുള്ളവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതറിഞ്ഞും കൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കരുത്, ഗതിയില്ലാത്തവരെ നേരെ കയറരുത്. സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുറിവ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കേ.